ഇതെന്ന് തുടങ്ങി? അങ്ങനെയൊന്നുമില്ല. ഇതേന്നുള്ള പിടി വിട്ടിട്ടില്ലല്ലേ? നമ്മളെ എല്ലാവരും കൂടി പഴയ പോലെ ഇങ്ങനെ ഒന്നിച്ച് കാണണം എന്നുള്ളത് കുറേ നാളായിട്ടുള്ള അമ്മയുടെ ആഗ്രഹമായിരുന്നു. അടുത്ത കാലത്തായിട്ടാണെങ്കിൽ ബിലാൽ എപ്പോൾ വരുമെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞ് കൊഴിയും. പക്ഷെ ഈ ക്രിസ്മസിന് ബിലാൽ എന്തായാലും വരുമെന്ന് അമ്മ സെലീനോട് പറഞ്ഞിരുന്നു. ബിലാലെ, എല്ലാവരും കൂടിയുള്ള ക്രിസ്മസ് ലഞ്ച് അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് നിങ്ങളെല്ലാം നിങ്ങളുടെ വഴിക്ക് പോകും. പിന്നെ എപ്പോഴാ? നാളെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ പോലും ഇരിക്കുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി നാളത്തെ ക്രിസ്മസ് ലഞ്ച് നമുക്കൊന്നിച്ചായിക്കൂടെ? സെലീനെ പിള്ളേരും തനിച്ചല്ലേ, നീ വിട്ടോ. മുരുക, നോക്ക്. ചുമ്മാ ഇരടാ. ബിജു 2 ചായ. ഇതെന്താ ഹോട്ടലാണോ? എനിക്ക് 2 കൈയുള്ളൂ. ചായ ഇട്ടിരുന്ന ലഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവനെയൊക്കെ എങ്ങനെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുന്നെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പൊ ഇവനെ കെട്ടിച്ചു വിട്ടാ കുറെ പെമ്പിള്ളാർ ഇവിടെ ഒന്ന് സത്യാഗ്രഹം ഇരിക്കും. മുരുക, അമ്മയുടെ ഫോട്ടോ എന്റെ കയ്യിലിരിക്കുന്നത്. നീ എന്തായി കാണിക്കുന്നു? വരൂ ഡോക്ടർ. ഇത് ഡോക്ടർ വേണു, മകൾ ഗൗരി. ബിലാൽ. ഐ ആം ഡോക്ടർ വേണു. ഇരിക്കെ. ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു. ഡോക്ടർ താ അപ്പുറത്താ താമസിക്കുന്നത്. ഇവിടെ താമസമാക്കിയിട്ട് 8 വർഷമായി. ടീച്ചറിനെ പോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ടീച്ചറിന് വേണ്ടി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇയാളെന്താ പഠിക്കുവാണോ? ഫൈനൽ ഇയർ ലിറ്ററേച്ചർ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ടീച്ചറെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു. നിനക്കെന്താ ഇത്ര നാണം? താങ്ക്സ് ബിജോ. അങ്ങോട്ട് കൊടുക്കട, അങ്ങോട്ട്. പിന്നെ ടീച്ചർ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നു. നാളെയോ മറ്റന്നാളോ നിങ്ങൾ പോവുകയല്ലേ? കഴിയുമെങ്കിൽ അതിനു മുമ്പ് വക്കീലിനെ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വക്കീൽ ഓഫീസിൽ കാണാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സി യു ബിജോ. See you. ആ മോളെ. കൊള്ളാം. എരിവും പുളിയില്ലെങ്കിലും ഉപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ കഴിച്ചാ മതി. വേണ്ടങ്ങാതര. പഠിച്ചില്ലെങ്കിലും ഇവനൊരു ചായക്കടിട്ടാണെങ്കിലും ജീവിച്ചോളൂ. പഠിത്തത്തിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. എങ്ങനെയുണ്ട് ബിജുവിന്റെ ചെമ്മീൻ കറി? ബിലാലെ, നീ അവനെ ഒന്ന് നോക്കിക്കേ.
നിന്റെ കൈപിടിച്ച ബിജോ വളർന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരും നഷ്ടപ്പെട്ടതിന്റെ സങ്കടം ഇനിയും അവന് മാറിയിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവരുത്. ദേ, എപ്പോഴും നീയും എഡ്ഡിയും മുരുകനും ബിജോയുടെ കൂടെ ഉണ്ടാവണം. പാവ എഡ്ഡി കുറെ വീഴ്ചകൾക്കിടയിലൂടെ ജീവിതത്തെ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. സെലീനയും കുട്ടികളുമാണ് അവന്റെ ഏക സമ്പാദ്യം. അവരെ ദുഃഖിക്കാൻ ഇടവരുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ബിലാലിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ദാ കണ്ടില്ലേ, കുറെ തിന്ന് കാളകളിച്ച് നടക്കുന്നു. ഒരു മാറ്റവും ഇല്ല. ഞാനില്ലെന്ന് വിചാരിച്ച് ഈ വീട്ടിൽ പെൺപിള്ളാരുമായി വന്ന് കയറാമെന്ന് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് മുരുകനോട് പറഞ്ഞേക്കണം. ഇവർക്കൊക്കെ മുൻപ് എൻ്റെ അടുത്ത് വന്നത് നീയാ, എൻ്റെ ആദ്യത്തെ പുത്രൻ. ഈ നശിച്ച ലോകത്തെ തിരുത്തണമെന്നുള്ള ടീച്ചറുടെ വിശ്വാസങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാനിന്ന് സൈമനിട്ട് പണി കൊടുത്തു. പക്ഷേ ആരുടെ മുന്നിലും അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിൻ്റെ വാതിൽ അന്ന് എൻ്റെ മുന്നിൽ അടഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെയും ടീച്ചറുടെയും വഴികൾ രണ്ടാണ്. ഞാനെന്നും എൻ്റെ കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. ടീച്ചറെ ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് പിന്നീട് ഞാനിങ്ങോട്ട് വരാതിരുന്നത്. കൈവെള്ളയിൽ കാലന്റെ കണക്കും ശരീരത്തിന് ലക്ഷത്തിന്റെ വിലയുമിട്ടാണ് ഞാൻ എത്ര നാളും ജീവിച്ചത്. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ട്രപ്പീസ് കളിക്കാരനായിരുന്നു ബിലാൽ. കണ്ട മാറുപാടുകളുടെയും സിനിമാക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ എറിഞ്ഞുകൊടുത്ത് മരണക്കളി കളിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചർ ഈ അടുത്ത റോട്ടിൽ ഇത്ര അടുത്ത് ഒരു രാത്രി മുഴുവൻ ചോര വാർന്നു ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കടന്നു. ഞാൻ എന്തായാലും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. ബിലാലെ, പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരോട് സഹകരിക്കുകയല്ലേ വേണ്ടത്? അമ്മ നമ്മളെ എടുത്ത അതേ തെരുവിലേക്ക് നിന്ന് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ബിലാൽ പറയുന്നത്. മേരി ടീച്ചറിന്റെ വിശ്വാസങ്ങളെ ഒരിക്കൽ കൂടി തോൽപ്പിക്കുക. ആ പഴയ കുപ്പയുടെ എനിക്കൊരു താല്പര്യമില്ല. ഈ നാറിയ തെരുവിലേക്ക് മടങ്ങിപ്പോനായിരുന്നെങ്കിൽ അമ്മ നമ്മളെ വളർത്തി എന്തിനാണ്?
ഇത് നമ്മുടെ പഴയ കൊച്ചിയൊന്നുമല്ല. നിനക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കോ ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത നമുക്ക് ആകെ ഉണ്ടായിരുന്ന അമ്മ മാത്ര. അമ്മ ഈ റോട്ടിൽ ചോര ഒലിച്ചു കിടന്ന് മരിച്ചെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണം. അത്രേ ഭായ് പറഞ്ഞുള്ളൂ. മുരുക, അമ്മ കുടുംബം എന്നൊക്കെ പറഞ്ഞ് വെറുതെ സിനിമ ഡയലോഗ് അടിക്കല്ലേ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഡേ, കുറച്ച് ദിവസം കൂടെ നമ്മളിവിടെ ഇങ്ങനെ തന്നെ കാണും. അതിന് നീ പേടിക്കാൻ വിഷമിക്കൊന്നും വേണ്ട.